തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കത്തിലേക്ക് കടന്ന് ബി ജെ പിയുടെ ജില്ലാ കമ്മിറ്റികൾ വിഭജിക്കും. ഇന്ന് എറണാകുളത്ത് ചേർന്ന BJP കോർ കമ്മിറ്റിയിലാണ് തീരുമാനം. 24 ബിഗ് ബ്രേക്കിംഗ്. ശ്രീകാന്ത് കൊച്ചിയിൽ നിന്നും തത്സമയം ചേരുന്നു. ശ്രീകാന്ത്, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. ഇന്ന് മാധ്യമങ്ങൾക്ക് പ്രവേശനമില്ലായിരുന്നു ഇതിൻ്റെ പടങ്ങളൊക്കെ എടുക്കാൻ. ഇന്ന് നമുക്ക് ലഭിച്ച വിവരങ്ങൾ എന്തൊക്കെയാണ്? SK ആദ്യത്തെ കാര്യം, മാധ്യമങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയ ആ യോഗത്തിൻ്റെ പടം, അതിൻ്റെ ആ ചിത്രം നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഇനി വാർത്തയിലേക്ക് വരികയാണെങ്കിൽ BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ മാറ്റത്തിന്, സമൂലമായ അഴിച്ചുപണിക്കാണ് അവർ ഒരുങ്ങിയിരിക്കുന്നത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി നേരിട്ടു. അതിനെ മറികടക്കാനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിച്ചുകൊണ്ടാണ് ഇപ്പോൾ അവരുടെ നീക്കങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അതായത് സംഘടനയുടെ ജില്ലാ കമ്മിറ്റികൾ വിഭജിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് BJP. തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് ജില്ലകളിൽ 3 ജില്ലാ കമ്മിറ്റികൾ വീതം നിലവിൽ വരും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോഴുള്ളത് കൂടാതെ ഒരു ജില്ലയെ 3ആയി വിഭജിക്കാനാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മറ്റ് 11 ജില്ലകൾ 2 ജില്ലാ കമ്മിറ്റികളും വരും. അതായത് ഇപ്പോൾ എറണാകുളം ജില്ലയിൽ 3ആയി വീതിച്ച് 3 ജില്ലാ കമ്മിറ്റികൾ വരും എന്നുള്ളതാണ്. ഒരു റവന്യൂ ജില്ലയിൽ 3 ജില്ലാ കമ്മിറ്റികൾ, ആ രീതിയിലായിരിക്കും തീരുമാനം. തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് ജില്ലകളിൽ 3 ജില്ലാ പ്രസിഡന്റുമാരും മറ്റ് ജില്ലകളിൽ 2 ജില്ലാ പ്രസിഡന്റുമാരും വരും എന്നുള്ള വാർത്ത കൂടി ഇപ്പോൾ നമുക്ക് നൽകാൻ കഴിയും. ഇന്ന് എറണാകുളത്ത് ചേർന്ന BJP കോർ കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനമുണ്ടായത്. നേരത്തെ നിയമസഭാ മണ്ഡലം കമ്മിറ്റിയെ BJP 2ആയി വിഭജിച്ചിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച ഇന്നത്തെ കോർ കമ്മിറ്റി യോഗത്തിലാണ് ഈ തീരുമാനമുണ്ടായത്. സംസ്ഥാന ഉപാധ്യക്ഷന്മാരായ ഡോക്ടർ KS രാധാകൃഷ്ണനെയും ശോഭാ സുരേന്ദ്രനെയും കോർ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി എന്നുള്ളതും ഇന്നത്തെ കോർ കമ്മിറ്റി യോഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനമാണ്. മാധ്യമങ്ങളെ വിലക്കിയ ഈ കോർ കമ്മിറ്റിയുടെ ചിത്രങ്ങളാണ് നമ്മളിപ്പോൾ കാണുകയും ചെയ്യുന്നത്. സമൂലമായ അഴിച്ചുപണി ഈ ഉപതെരഞ്ഞെടുപ്പിൽ BJP തിരിച്ചടിയേറ്റതിന് പിന്നാലെ ഇപ്പോൾ നടത്താൻ പോകുന്നു. തിരുവനന്തപുരത്തും കോഴിക്കോടും എറണാകുളത്തും 3 ജില്ലാ പ്രസിഡന്റുമാർ വീതം വരും. ബാക്കി 11 ജില്ലകളിൽ 2 ജില്ലാ പ്രസിഡന്റുമാരും വരും. ഏറ്റവും ആദ്യം ഈ വിവരം വരുന്നതും ഇപ്പോൾ 24ലൂടെയാണ്. ഓക്കെ, താങ്ക് യു ശ്രീകാന്ത്.